അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മളെ ആട്യമ്പാറ വള്ളം ചാടുന്ന അതിൻ്റെ മുകളിൽ മലൻ്റെ മുകളിലാട്ടോ. ഇവിടെ ഞങ്ങൾ സോളാർ ഫെൻസിങ് വർക്കിന് വന്നതാണ്. അപ്പോൾ ഇവിടെ മൃഗങ്ങളെ ശല്യമൊക്കെ ഉണ്ടായിട്ട് ഇവിടെ ഏക്കറ കണക്കിന് റബ്ബർ മുറിച്ചതാണ്. അപ്പോൾ അതിൽ തൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മൃഗങ്ങളൊക്കെ വന്നിട്ട് നാശാക്കിയിട്ട് അവിടെ ചുറ്റോറും ഇതുപോലെ ലൈനൊക്കെ വലിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് റബ്ബർ വെട്ട് ലീവാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പോന്നതാണ് തുണക്കാരപ്പം. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ നിന്ന് നോക്കിയാൽ നിലമ്പൂരൊക്കെ ഇങ്ങനെ കാണാം. നല്ല കാറ്റാണ് ഇവിടെ. അപ്പോൾ ഇങ്ങോട്ട് കുറേ പോരണം. ചില സ്ഥലത്തുനിന്ന് കുറച്ച് സ്ഥലം റോഡ് മോശമുണ്ട്. അപ്പോൾ നടന്ന് പോരണം. ഒറ്റക്കാണെങ്കിൽ വണ്ടിമേൽ തന്നെ പോരാ. സ്കൂട്ടിമേല വന്നത് ഞങ്ങൾ. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ അടിയിൽ ചെറിയ റിസോർട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ താഴത്ത് അടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോളാറിൻ്റെ വർക്ക് വേണമെങ്കിൽ ഇതിൽ കമൻറ്റിൽ നമ്പർ ചോദിച്ചാൽ ഞാൻ നമ്പർ തരും. കുണ്ടുങ്ങൽ കുഞ്ഞാണിയുടെ ലൈൻ വലി 23 കിലോ ഹെർട്സിൽ കറണ്ട് വലിക്കുന്ന കുഞ്ഞാണി യാതൊരു കൂസലുമില്ലാതെ വലിക്കുന്നത് കാണാം. ഇദ്ദേഹം ഈ പ്രൊഫഷനിൽ 35 വർഷത്തോളം പരിചയസമ്പന്നനായിട്ടുള്ള പണിക്കാരനാണ്. പുതിയ വെല്ലുവിളി. ഈ കോലത്തിലാണ് കുഞ്ഞാണിയുടെ വലിയെങ്കിൽ കുഞ്ഞാലി തീർച്ചയായും മൃഗങ്ങൾക്കൊരു ഭീഷണി തന്നെ. മൃഗങ്ങളുടെ എതിരാളിയായ കുഞ്ഞാണി എന്താവും ഈ പേടി സ്വപ്നം എന്ന് മൃഗങ്ങൾക്ക് തന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കുഞ്ഞാണിയുടെ. താഴെ കാണുന്ന കുണ്ടിലേക്ക് കുഞ്ഞാണി ഏത് നിമിഷവും വീഴാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കുഞ്ഞാണി കാണാമറയത്തെത്തി. ഇനി ഓഫാക്കാം. അപ്പോൾ ഈ കമ്പി ഭയങ്കര ടെമ്പറാട്ടോ. ഈ കമ്പി അത് ചിറ്റിയും കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയാണ് സോളാർ ഫെൻസിങ് വർക്ക് ചെയ്യുന്നത്. നാല് ലൈനായിട്ടാണ് കേട്ടോ വലിച്ചിട്ടുള്ളത്. ഞങ്ങൾ ചെല്ലുമ്പോൾ മഴയൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ തലേന്ന് പോയിനെന്ന് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴയാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് നല്ല കയറ്റുള്ള സ്ഥലമാണിത്. ജീപ്പൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് കയറി വരും. വേണ്ടോ, സ്കൂട്ടിക്ക് പോന്നിട്ട് തന്നെ 2 സ്ഥലത്ത് ഞാൻ ഇറങ്ങി കേട്ടോ. ഓൻ പിന്നെ ഒറ്റക്ക് തന്നെ കയറിപ്പോന്നു. ഇവിടെ നല്ല മലയാണ് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയാട്ടോ ഇവിടെ കാണാൻ. വ്യൂ അടിപൊളിയാണ്. ഇതൊക്കെ അതിന് കൊടുന്ന കമ്പിയാണ്. ഇതിപ്പോൾ ഞാൻ കോർത്ത് വലിച്ചും കൊണ്ടിരിക്കുകയാണ് മേലക്ക് ഇങ്ങനെ. ഇത് കരുളായിലില്ലേ ഇതാണ് കേട്ടോ ഈ സ്ഥലം. വജ്ജിക്ക് 2 വൈക്ക് നിൽക്കുന്നുണ്ടെന്നാ പറഞ്ഞ ചെയ്യാതെ. ഇവിടെ വന്ന് നോക്കിയാൽ അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും സോളാർ പെൻസിൽ വർക്ക് വേണമെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ കമൻറ്റിൽ ഇട്ട് തരുന്നുണ്ട്. പാർട്ടിക്കാർ ഇടപെടീന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം എല്ലാവരും ഉത്സവമാക്കും. ഇതിൻ്റെ താഴത്തൊക്കെ നല്ല അടിപൊളി ചോലകളൊക്കെ ഉണ്ട് കേട്ടോ. ആരും ഓരോ വീഡിയോ സൈസിന് കുറച്ച് വൈകിട്ടാണെങ്കിലും ഒക്കെ നിലപാട് വ്യക്തമാക്കി. പിന്നെ ഇതിൻ്റെ കുറച്ച് അടിഭാഗത്തായിട്ട് ഒരു അടിപൊളി റിസോർട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും
ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾ. എവിടെ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മൾ മുന്നോട്ട് പോകും. ഏയ് അവിടെ ഇറങ്ങിയിട്ടില്ല. ഇല്ല 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 ഇല്ലേ. എങ്ങനെ ഇറങ്ങണ നോക്കിക്കോളി. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എങ്ങനെ അല്ല ഞാൻ കൊണ്ടുപോയി നിൽക്ക്. അപ്പോൾ നല്ല ഭംഗിയില്ലേ സ്ഥലം കാണാൻ?